ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അമ്മ, ഇന്ന് നമ്മൾ എന്താക്കണേ? ഇന്ന് മാമ്പഴ പുളിശ്ശേരി. അതെ ഗൈസ്, ചെറിയ മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ ഇതിന്റെ കൂട്ടല് പൊന്നൂസ് പറയൂ. യെസ് ഗൈസ്, ഞാൻ ഇതിനൊരു വലിയ സംഭവമാണ്. നമുക്ക് ആദ്യം മാങ്ങേൻ്റെ തോലെടുക്കാം. ഗൈസ്, മാങ്ങേൻ്റെ തോലെടുത്തിട്ടായി ഇനി ഇതിനെ വേഗം വെക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ഇനി മാങ്ങ വേകാനുള്ള വെള്ളം ഒഴിക്കണം. നമ്മൾ ഇതിലേക്ക് മാങ്ങ ഇടാൻ മുളക് ഇടാം. ഇതിനെല്ലാം മുളക് ഇട്ടിട്ട് ഇനി കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. നമുക്കിത് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. മാങ്ങ വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊക്കെയുള്ള അരപ്പ് റെഡിയാക്കാം. കുറച്ച് മധുരം ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുത്തിന് ഇനി മൂടി വെക്കാം. കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. രണ്ട് തണ്ട് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ില്ല ആവശ്യത്തിക്കില്ല വെള്ളം. ഇപ്പൊ നമുക്കിതിനെ നൈസായിട്ടൊന്ന് അരിച്ചെടുക്കാം. മാങ്ങയ്ക്കുള്ള അരിപ്പ് റെഡി ആയിട്ടുണ്ട്. വേഗന മാങ്ങയിലോട്ട് അത് ഒഴിച്ചെടുക്കാം. നല്ലോണം മിക്സ് ആക്കാം. നമ്മുടെ അരിപ്പ് വെച്ചിട്ട് ഇത് നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. പാങ്ങായിട്ടുണ്ട്, എല്ലാം സെറ്റായി. കറി നല്ല ചൂടെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കി വെക്കാം. കറിക്കുള്ള കടുക് താളിക്കാട്ടോ. ചൂടായിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ടുക. കടുക് പൊട്ടിയോണ്ട് ഇനി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. മിക്സ് ആക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. കറിക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ